ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് ലിജോ റോളൻസ് വിളിച്ചിരുന്നു. ലിജോ, ഈ സ്ഥലം എങ്ങനെയാണ്? അപകടകരമായിരുന്നോ അത്? അജിംസെ, ഈ അപകടം നടന്നത് ശ്രീകുട്ടിയെ ട്രെയിനിൽ നിന്നും പുറത്തേക്ക് തള്ളിയിട്ട സ്ഥലത്തിന് സമീപത്താണുള്ളത്. ഇതാണ്, അതായത് ഈ കാണുന്ന ഈ ട്രാക്കിലൂടെയാണ് വർക്കലയിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് ഇന്നലെ രാത്രി ഏകദേശം 8 മണിയോടുകൂടെ ശ്രീകുട്ടി ഉൾപ്പെടെ യാത്ര ചെയ്ത ട്രെയിൻ വരുന്നത്. ഈ സമയത്തായിരുന്നു അതിൽ അപകടം നടന്നത്. അതായത് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയതിനു ശേഷം വീണ്ടും യാത്ര പുറപ്പെടുന്നു. ഈ സമയം കാണുന്ന, അതായത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചെറിയൊരു വളവ് ഉള്ള ഒരു ഭാഗമുണ്ട് ദൂരെയായിട്ട്. അതിന് സമീപത്ത് വെച്ച് അപകടം നടന്നു എന്നുള്ളതാണ് നമുക്ക് നേരത്തെ വഴിയിൽ കണ്ട ചില ആളുകളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇരുവശങ്ങളിലും കാട് മൂടിക്കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഡബിൾ ലൈനാണ് ഈ ട്രാക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്നതാണ്, അതായത് തിരുവനന്തപുരം ഭാഗത്തേക്ക് വരികയായിരുന്ന ഈ ഭാഗത്ത് വെച്ചായിരുന്നു ഈ അപകടമുണ്ടായത്. ഈ സ്ഥലം എന്ന് പറയുന്നത് അയന്തി പാലത്തിന്, അതായത് അയന്തി റെയിൽവേ മേൽപ്പാലം ഇതിന് തൊട്ട് സമീപത്തായിട്ടുണ്ട്. അതിന് താഴെയായിട്ടുള്ള സ്ഥലമാണ്, അതിൻ്റെ നേരെ താഴെയായിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അപകടം നടന്നിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. തൊട്ടടുത്ത് ചില വീടുകളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ എല്ലാം തന്നെ കാട് കയറി കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് സാധാരണയായിട്ട് പെട്ടെന്ന് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നിന്ന് റോഡിലേക്ക് എത്തുന്നതിന് വേണ്ടി കുറച്ച് ദൂരമൊക്കെ ഉണ്ട്. രാത്രി ഇതിനു മുൻപ് ഇത്തരത്തിൽ അപകടമൊന്നും നടന്ന ഒരു സ്ഥലമല്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായ ഈ ഒരു സംഭവത്തിൽ ആളുകളാകെ ഞെട്ടലിൽ തന്നെയാണ്. വർക്കലയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക്, അതായത് വർക്കല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തിരുവനന്തപുരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ട്രെയിനിലായിരുന്നു ഇത്തരത്തിൽ ഒരു സംഭവം നടന്നത്. ഈ കാണുന്നത് പോലെ തന്നെ ഈ രണ്ട് വശങ്ങളും കാട് കയറി കിടക്കുകയായിരുന്നു. അപ്പോൾ ട്രെയിനിൻ്റെ ഒരു വശത്ത് നിന്നും ആ ഡോറിൻ്റെ വാതിലിൻ്റെ സമീപത്ത് നിന്ന് ആ കുട്ടിയെ ഇയാൾ വഴി മാറിക്കൊടുത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ FIR പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലൊരു കാര്യത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ചവിട്ടി പുറത്തേക്ക് തള്ളിയിടുക, ഈ രക്ഷപ്പെട്ട എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ആഘാതം നമുക്ക് മനസ്സിലാകും. ഒരുപക്ഷെ വശത്തേക്ക് വീണുപോയത് കൊണ്ട് തന്നെയാണ് ജീവന് ഹാനിയാകാതെ രക്ഷപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായിരിക്കുന്ന ഒരു കാര്യം. കുറച്ചുകൂടെയൊക്കെ ദൂരം പോയി കഴിഞ്ഞാൽ താഴ്ചകളിലേക്ക് ഒരു പ്രദേശങ്ങളുണ്ട്, അവിടേക്കൊന്നും എത്താത്തത് തന്നെയാണ് ഇപ്പോൾ ജീവൻ തിരിച്ചു കിട്ടാനുള്ളൊരു കാര്യവുമായിരിക്കുന്നത്. ട്രെയിനിൽ വഴി കാര്യം ഇതിനു മുൻപും ഇത്തരത്തിൽ ഈ സമീപമായിട്ട് കിടക്കുന്ന റബ്ബർ കാടൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമാണ്. രണ്ട് വശങ്ങളിൽ വീടൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇതിൻ്റെ ചുറ്റുമുള്ള കാടൊന്നും കൃത്യമായത് വെട്ടി വൃത്തിയാക്കാത്തത് കൊണ്ട് തന്നെ റെയിൽവേയുടെ ഭാഗത്തു നിന്ന് വരുന്ന സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ അതെല്ലാം വെട്ടി വൃത്തിയാക്കാത്തത് തന്നെയാണ് ഈ കാട് കയറി കിടക്കുന്നതിന് ഒരു സ്ഥലം. ഒരു വളവാണ്, ആ വളവ് തിരിഞ്ഞ് ട്രെയിൻ ആ വളവ് കഴിഞ്ഞ് വരുമ്പോൾ മാത്രമേ ആളുകൾക്ക് പോലും കൃത്യമായി അത് അവരുടെ കണ്ണുകളിലേക്ക് കാണാൻ പോലും കഴിയുള്ളൂ. അത്രത്തോളം കാട് കയറി കിടക്കുന്ന ഒരു സ്ഥലമാണ്. ഈ ഒരു പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംഭവം നടക്കുകയും ചെയ്യുന്നത്. ഉടൻ തന്നെ, അതായത് ഈ ട്രെയിനൊക്കെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് സമീപത്തെ വീടുകൾ നമുക്ക് കാണാം, കുറച്ച് മാറിയിട്ടാണ് ചില വീടുകളൊക്കെ ഇവിടെ ഉള്ളത്. തൊട്ട് വീടുകളൊന്നും തന്നെ ഇല്ല, അവിടെയുള്ള ആളുകളൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. പക്ഷെ നേരത്തെ അല്ലാതെ അവരോട് സംസാരിച്ചവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതാണ്, അതായത് ഈ ട്രെയിൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഇവിടെ ആളുകളേക്ക് ഇവിടെയും വരികയും അങ്ങനെയാണ് ഈ അപകടം നടന്ന ഒരു വിവരം പുറത്തേക്ക് അറിയുകയും ചെയ്യുന്നത്. പ്രധാന പാതയിൽ നിന്നും ഏകദേശം ഒരു 300-400 മീറ്റർ താഴേക്ക് ഇറങ്ങി വന്നാൽ മാത്രമേ ഈ അപകടം നടന്ന ഒരു സ്ഥലത്തേക്ക് എത്താനും കഴിയുകയുള്ളൂ. എന്തായാലും ഉടൻ തന്നെ വർക്കലയിലുള്ള മിഷൻ ആശുപത്രിയിലേക്കാണ് ആദ്യം ഈ കുട്ടിയെ കൊണ്ടുപോയത്. പക്ഷേ അവിടെ അത് കൃത്യമായി അത് മാനേജ് ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞതിനെ തുടർന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തത്. എന്തായാലും വെന്റിലേറ്ററിൽ നിന്നൊക്കെ മാറ്റിയതിൻ്റെ ഒരു ആശ്വാസമുണ്ടെങ്കിൽ പോലും ഈ ട്രെയിനിൽ, അതായത് ഇതുവരെ ഇത്തരത്തിലൊരു സംഭവമൊന്നും ഈ ഒരു മേഖലയിൽ നടന്നിട്ടില്ലാത്തതിൻ്റെ ഒരു ഷോക്കിൽ തന്നെയാണ് ആളുകളെല്ലാം ആയിരിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്നു എന്നുള്ളൊരു ചോദ്യം കൂടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. അജിംസ്, ലിജോ, ഈ സ്റ്റേഷനിൽ നിന്ന് എത്ര ദൂരെയാണ് ഈ സ്ഥലം?